ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അവര് ഈ പറയുന്ന വേലു അവൻ ഉൾക്കാട്ടിൽ പോയിട്ട് 4 കുപ്പി തേൻ അവൻ ശേഖരിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുപ്പികളില് മൃഗങ്ങളെ കൊല്ലാനുള്ള കൊടും വിഷം ചേർക്കുകയാണ് ഗംഗ. അതൊന്നും അറിയാതെ വേലു അവർക്ക് കല്യാണിക്കും കിരണിനും ആ തേൻകുപ്പി എടുത്ത് കൊടുക്കുകയും അവരറിയാതെ അത് ചന്ദ്രസേനന് അതെടുത്ത് കഴിക്കുമ്പോൾ ചന്ദ്രസേനൻ ഇപ്പോൾ ICUവിൽ ആവുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടാണ് അവൻ അവിടെ കിടക്കുന്നത്. എന്തായാലും ലാബ് റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ഇവിടെ ഇത് ഇങ്ങനെ കൊടും മാരവിഷം തന്നെയാണ് ചെന്നിട്ടുള്ളതെന്ന് അറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കാട്ടിൽ ആരാണ് തനിക്ക് വിഷം തരാനുള്ളത്? ആ വേലു എന്ന് പറയുന്ന പയ്യൻ അതൊരു പാവമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എല്ലാവരും. അതിനുശേഷം രതീഷ് നമ്മുടെ വേലുവിനെ വിളിക്കുകയാണ്. വേലു ആണെങ്കിൽ ഒന്നും അറിയാതെ ഫോൺ എടുത്തിട്ട് എന്താ സാറേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എടാ, നീ എന്ത് ക്രൂരതയാടാ ചെയ്തത്? നീ വിഷം കലർത്തിയ തേനായിരുന്നോ ഞങ്ങൾക്ക് തന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. സാർ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. എന്തായാലും നീ കാത്തിരുന്നോ? അവിടെ വന്ന സാറിന്റെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് ഉടനെ തന്നെ ജയിലിലോട്ട് പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്. പോലീസ് ജയിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വേലുവിനും അതുപോലെ കാട്ടിലുള്ള എല്ലാവർക്കും നല്ല പേടിയാണ്. അതിനുശേഷം വേലു ഓടി വന്നിട്ട് മൂപ്പനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. മൂപ്പനും ആകെ ഞെട്ടിപ്പോവുകയാണ്. വേലുവിന് അപ്പോഴും ഈ പറയുന്ന വിനായകനെ ഒരു സംശയം തോന്നുന്നില്ല. ആർക്കും ആ ഒരു ഭാഗത്തേക്ക് ആരും ചിന്തിക്കുന്ന പോലുമില്ല. എല്ലാവരും വേലുവിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. നീ ശ്രദ്ധയില്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും മരുന്ന് എന്തെങ്കിലും ചേർന്നിട്ടുണ്ടാവും. അപ്പൊ വേലു പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഈ പറയുന്ന തേൻകൂട്ടിൽ ആരെങ്കിലും വിഷം അടിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആര് ചെയ്യാനാണ് ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് മൂപ്പൻ ചീത്ത പറയുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഫോറസ്റ്റുകാർ അവിടേക്ക് എത്തുകയാണ്. വേലുവിനെ വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ വേലു പറയുന്നുണ്ട്, സാറേ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. പക്ഷെ ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന റൂമിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന വിനായകൻ അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ അവനൊരു നിരാശയുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് അധികം ആരും കഴിച്ചില്ല. കൂട്ടത്തോടെയുള്ള മരണമാണ് വിനായകൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ ചന്ദ്രസേനന് മാത്രമേ ഇത് സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവന് ചെറിയൊരു നിരാശയൊക്കെ ഉണ്ട്. അതിനുശേഷമാണെങ്കിൽ അപ്പോഴും നമ്മുടെ അമല് കുറ്റപ്പെടുത്തുന്നത് വേലുവിനെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഫോറസ്റ്റുകാർ കൊണ്ടുപോയിട്ട് നേരെ പോലീസിന് കൈമാറുന്നുണ്ട് വേലുവിനെ. അങ്ങനെ വേലു ആകെ കരഞ്ഞ് തളർന്ന് അവൻ ആകെ ഒരു അവശ നിലയിലാവുകയാണ്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഉടനെ തന്നെ നമ്മുടെ കിരൺ എത്തുന്നുണ്ട്. അങ്ങനെ കിരൺ എത്തിയിട്ട് കിരൺ ചോദിക്കുകയാണ്, എടാ എന്തിനാടാ നീ ഞങ്ങളോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, സാറേ ഞങ്ങള് മലദേവതകളെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്, ആരാധിക്കുന്ന കൂട്ടത്തിലാണ്, ഞങ്ങൾക്ക് ഒരാളെ പോലും അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റില്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല സാറേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാടെ ഇത് ചെയ്യാനായിട്ട്? പുറത്തുനിന്ന് ആരെങ്കിലും നിങ്ങളുടെ കാട്ടിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉണ്ട് സാറേ എന്ന് പറയുന്നുണ്ട്. ആരാടാ? ഞാൻ അന്ന് ഫോട്ടോയിൽ കാണിച്ചത്. അപ്പൊ അവനങ്ങനെ മിണ്ടാതെ നിൽക്കാണ്. ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ, അപ്പൊ ഞാൻ അന്ന് ഫോട്ടോയിൽ നിനക്കൊരാളെ കാണിച്ചു തന്നില്ലേ, അയാളും ഇവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അവരുമായിട്ട് വല്ല സാമ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി ഒരു നിവൃത്തിയുമില്ല പറയാതിരിക്കാൻ വേലു പറയുന്നുണ്ട്, അത് അയാൾ തന്നെയാണ് സാറേ അവിടെ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് കിരൺ ഞെട്ടിപ്പോവുകയാണ്. കിരൺ ഇത്രയും നിമിഷം ആ ഒരു നിമിഷം വരെ വിശ്വസിച്ചിരുന്നത് ഗംഗ മരിച്ചു എന്നതാണ്. അങ്ങനെ അത് കേൾക്കുന്ന കിരണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കിരൺ പറയണം, സത്യമാണോ നീ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, സാറേ എനിക്ക് അങ്ങനെ മറച്ചു വെക്കേണ്ട ഇത് അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. കാരണം അറിയാലോ, മൂപ്പൻ എന്നെ എടുത്ത് വളർത്തിയതാണ്. മൂപ്പന്റെ വാക്ക് എനിക്ക് മറികടക്കാൻ പറ്റില്ല. മൂപ്പനാണ് ആരോടും പറയരുത് എന്ന് പറഞ്ഞത്. അവൻ ഒരു ദിവസം അവശ നിലയിൽ കാട്ടിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാനാണ് അവനെ എടുത്ത് കാട്ടിലോട്ട് കൊണ്ടുപോയത്, മൂപ്പന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയതും. അങ്ങനെ അവിടെയുള്ള പച്ചില മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവനെ രക്ഷപ്പെടുത്തുകയാണ്. പക്ഷെ അവന് സംസാരിക്കാൻ കഴിയില്ല സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കിരൺ പറയണം, അതൊക്കെ അവന്റെ മുത്തനടവാണ്, അവന് സംസാരത്തിന് ഒരു കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, നിങ്ങളൊക്കെ പാവത്തുങ്ങളല്ലേ, നിങ്ങളൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കാൻ തയ്യാറാണല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേലു പറയാണ്, അത് മാത്രമല്ല സാറേ, എൻ്റെ പെണ്ണ് അതായത് അമലു ഉണ്ടല്ലോ, ഇപ്പൊ അമലുവിന് എന്നെ തീരെ ഇഷ്ടമല്ല, അമലുവിനെ അവന് വശത്താക്കി എടുത്തിരിക്കുകയാണ്. എനിക്ക് അവന്റെ കാര്യത്തിൽ ആദ്യമേ സംശയമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പലപ്പോഴായിട്ട് സാർമാരോട് ഇക്കാര്യം പറയണമെന്ന് വിചാരിച്ചാണ്, ഫോറസ്റ്റുകാരോടൊക്കെ. എനിക്ക് അവിടെ നിന്ന് വിലക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ വേലു പറയുകയാണ്. എന്തായാലും നീ ഇവിടെ കിടക്ക്, ഇതിനുള്ളത് എന്തായാലും ഞങ്ങൾ നോക്കിക്കോളാം ബാക്കിയുള്ള കാര്യം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ അമലു വീണ്ടും വേലുവിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പനോടും മുപ്പത്തിയോടൊക്കെ പറയുന്നുണ്ട്,
ഇപ്പൊ സമാധാനമായല്ലോ. അവന് വല്ലോടത്തും കിടന്നിരുന്ന അവനെ എടുത്ത് വളർത്തി വലുതാക്കി ഇപ്പൊ ആ കൊടുത്ത കൈക്ക് തന്നെ അവൻ കൊത്തിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇനി അവൻ ഈ കാട്ടിൽ വേണ്ട, അവനെ ഇവിടെ നിന്നിട്ടും കൊണ്ടുപോകണം, അവൻ ഈ കാട്ടിൽ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴും നമ്മുടെ വിനായകനെ പറ്റി അവർക്ക് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും അടുത്ത നിമിഷം തന്നെ ഈ പറയുന്ന അമലു ഗർഭിണിയാണെന്നും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരാള് വന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോറസ്റ്റുകാർ പറയുന്നുണ്ട്. അപ്പൊ ഇവൻ ഇങ്ങനെ ഒരാളാണെന്ന്, അകത്തിരിക്കുന്ന വിനായകൻ അവൻ ലോക ഫ്രോഡാണെന്നും അവൻ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള കൂട്ടത്തിലാണെന്നൊക്കെ മൂപ്പനൊക്കെ അറിയുകയാണ്. ആകെ ഞെട്ടിത്തരിച്ചു പോവുകയാണ് വാർത്തകളൊക്കെ കേൾക്കുമ്പോഴും. അപ്പോൾ അതിനുശേഷമായിരിക്കും അമലുവും ഈ ഒരു സത്യം മനസ്സിലാക്കുന്നത്. അപ്പൊ അമല് പറയുന്നുണ്ട്, മൂപ്പന്റെ കാൽക്കൽ വീണിട്ടാണ് പറയുന്നത്, അപ്പ എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അയാളെ ഞാൻ വിശ്വസിച്ചു, വേലു പറഞ്ഞതിലും കുറേയൊക്കെ സത്യമുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ കാട്ടിൽ വെച്ചിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു, അയാൾ എന്നെ കീഴ്പ്പെടുത്തി, എൻ്റെ വയറ്റിൽ ഇപ്പം അയാളുടെ കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് പറയാണ്. എന്തായാലും അമലുവിന് കൊടുക്കാനുള്ളത് നമ്മുടെ മൂപ്പൻ കൊടുക്കുന്നുണ്ട്, അവളുടെ കരണക്കുറ്റി നോക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മൂപ്പത്തി ആയാലും അമലുവിന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ ഉടനെ തന്നെ അവിടെ നിന്നും കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നിൽക്കുകയാണ് നമ്മുടെ ഗംഗ. അങ്ങനെ ഇതൊക്കെ അറിയുന്ന ഗംഗയെ അവിടെ നിന്നും പോകാൻ അനുവദിക്കാതെ മൂപ്പൻ അവനെ ഇട്ട് ഓടിച്ചിടുകയാണ്. പക്ഷെ മൂപ്പന്റെ കൈകളിലൊന്നും അവനെ കിട്ടുന്നില്ല, അവൻ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിലിരുന്ന ഒരു കമ്പെടുത്തിട്ട് മൂപ്പന്റെ വയറ്റിൽ കുത്തുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. പക്ഷെ അതേ നിമിഷത്തിൽ തന്നെ അവിടേക്ക് കിരണും അതുപോലെ രതീഷും പിന്നെ നമ്മുടെ ഇവനും കൂടി വരികയാണ്, ബൈജുവും കൂടി വരുന്നുണ്ട്. അവര് കാണുന്നുണ്ട് ഇവൻ ഈ ഓടുന്ന കാഴ്ച. അങ്ങനെ അവന്റെ കാലിന്റെ ഇടയിലായിട്ട് ഒരു വലിയൊരു കമ്പെടുത്ത് എറിയുകയാണ്. അവൻ അവിടെ കമന്നടിച്ച് വീഴുന്നുണ്ട്. അവിടെ നിന്നും ഓടിച്ചെന്ന് അവനെ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും നാളും നീ ഇവിടെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയായിരുന്നു, ഞങ്ങളൊക്കെ ചതിക്കുകയായിരുന്നല്ലടാ, നീ ആ തേനിൽ വിഷം ചേർത്ത് ഞങ്ങളെ കൊല്ലാൻ നോക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ കിരൺ. അപ്പോൾ അത് കണ്ടിട്ട് വേലു അവരെയൊക്കെ തല്ലി ചതയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ അവനെ അപ്പോഴേക്കും അമലു അവിടേക്ക് ഓടിയെത്തുകയാണ്. അമല് പറയുന്നുണ്ട്, അയാൾ ഒരിക്കലും വെറുതെ വിടരുത് സാറേ എന്ന് പറയുകയാണ്. ഇയാളെ കൊല്ലാൻ നിങ്ങൾക്കല്ല അർഹത, ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് എനിക്കാണ്, ഞാൻ തന്നെ ഇയാളുടെ ജീവൻ എടുത്തോളാം, ഇയാളെ അത്രയും ഞാൻ ആ ഒരു അവസ്ഥയിൽ നിന്ന് കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് ഇയാളെ ജീവൻ തിരിച്ചെടുത്ത്, അതുപോലെ തന്നെ ഇവൻ ഊമയാണെന്ന്, ഇവന് സംസാരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇത്രയും നാളും ഞങ്ങളൊക്കെ ഇവന് അത്രയധികം നോക്കിയതാണ്, ഇവൻ എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമലു നമ്മുടെ ഗംഗയുടെ കരണം നോക്കി മാറി മാറി അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എടാ ചതിയാ, നീ ഈ കാട്ടിൽ വന്ന് ഞങ്ങളെ ചതിക്കുകയായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവനൊരുപാട് കുറ്റപ്പെടുത്തുകയും അവനൊരുപാട് തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവനിനി ജീവിച്ചിരിക്കാൻ പാടില്ല സാറേ, ഞാൻ തന്നെ ഇവനെ കൊന്നോളാം എന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന അമ്പെടുത്ത് അവനെ എങ്ങനെ അമ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്തായാലും അതാരും തടയുന്നൊന്നുമില്ല, കാരണം അവൻ മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ, ഇനിയിപ്പോ ഈ കാടിനകത്ത് കുഴിച്ചിട്ടാലും ആരും അറിയാനൊന്നും പോകുന്നില്ല എന്ന് പോലീസുകാരൊന്നും ഇവനെ പറ്റി അത്ര വലിയ അറിവൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അവന്റെ ജീവൻ ഇവിടെ തന്നെ കുഴിച്ചു മൂടപ്പെടാം എന്നിങ്ങനെ കിരണം ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ ഗംഗയുടെ ജീവിതം അവിടെ അവസാനിക്കും. എന്തായാലും എന്താവും വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.